സ്ഥലത്തിനാണെങ്കിൽ അത് ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് വാങ്ങിച്ചപ്പോൾ അത് നിലവായിട്ട് കിടക്കുന്നതായിരുന്നു. അപ്പോൾ അതിൽ വീട് വെക്കാനോ മറ്റൊരാൾക്ക് വിൽക്കാനോ പറ്റുകയില്ലായിരുന്നു. കരയായിട്ട് ഭൂമി ഉണ്ടായാലും അത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങൾ അന്നത്തെ ഇതിൽ അതൊന്നും ശ്രദ്ധിച്ചില്ല. ചേട്ടായി വാങ്ങിച്ച സ്ഥലമായിരുന്നു. അതിന് അപേക്ഷ കൊടുത്തു. 1.5 വർഷമായിട്ട് അതിന് കരയാകാൻ ബാങ്ക് ഡേറ്റയിൽ നിന്ന് മാറാൻ പറ്റണില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു നിയോഗം വെച്ചു, മാതാവ് ഇതൊന്ന് സഹായിക്കും. ഞങ്ങൾ അത് എല്ലാ തരത്തിലും ഈ രണ്ടാമത്തെ കുഞ്ഞായപ്പം അവനും പ്രീ ടൈം ആയിരുന്നു, വെൻറ്റിലേറ്ററിലായിരുന്നു. അപ്പോൾ ഒത്തിരി ഹോസ്പിറ്റലിൽ ചാർജും ഞങ്ങൾ വീട് ചേഞ്ച് ചെയ്തപ്പോഴെല്ലാം അങ്ങനെ സാമ്പത്തികമായിട്ട് നന്നായിട്ട് തളർന്നിരിക്കുന്ന സമയമായിരുന്നു. മാതാവ് എങ്ങനെയും ആ സ്ഥലക്കച്ചവടം ഒന്ന് നടത്തിത്തായി എന്ന് പറഞ്ഞുകൊണ്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, വചനം പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ആ സ്ഥലക്കച്ചവടവും ഇപ്പം അഡ്വാൻസ് വാങ്ങിച്ചിട്ടിരിക്കുന്നു. നാളെ എഴുത്ത് നടക്കുന്നു. പിന്നെ മൂന്നാമത്തേത് ഞാൻ പോയി കഴിഞ്ഞപ്പോഴാണേലും പിള്ളേരെ ഞാൻ അമ്മയുടെ അടുത്ത് നാത്തൂൻ്റെ അടുത്തൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു പ്രയാസമായിരുന്നു. ഈ പിള്ളേർക്ക് ജലദോഷവും ചുമയും എപ്പോഴും മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ ചേട്ടായിക്ക് ഒരു ജോലിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചേട്ടായിയുടെ ജോലി ആദ്യത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അപ്പോഴത്തേന് ആ ഇൻ്റർവ്യൂവിൽ ശരിക്കും അന്ന് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ഇൻ്റർവ്യൂ ജസ്റ്റ് ഫിംഗർ മാത്രമേ വെച്ചുള്ളൂ, അവരോട് ക്വസ്റ്റ്യനോ ഇൻ്റർവ്യൂ ഒന്നും ചെയ്തില്ല. അപ്പം ഞങ്ങൾ ഓർത്ത് ദൈവമാതാവേ ഇത്രയും പെട്ടെന്ന് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് സെലക്ട് ചെയ്തല്ലോ, അങ്ങനെ ഞങ്ങൾ വിചാരിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ഇൻ്റർവ്യൂവിന് ഡേറ്റ് വന്നു. ആ ഡേറ്റ് വന്നു, അത് ചേട്ടായി അറ്റൻഡ് ചെയ്തു. അതിൻ്റെ റിസൾട്ട് വരാൻ പിന്നെയും വൈകി. അപ്പോഴെല്ലാം ഞങ്ങൾ ഈ ഉടമ്പടി പ്രാർത്ഥനയെടുത്ത് പ്രാർത്ഥിച്ച് ചെല്ലുമായിരുന്നു. അത് കഴിഞ്ഞ് ഇനി ചേട്ടായി ഇവിടെ വന്നു. ഞാനപ്പോൾ സൗദിയിലായിരുന്നു. ചേട്ടായി വന്നു, ഇവിടെ ഉടമ്പടി ചേട്ടായി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം വെള്ളിയാഴ്ച ചേട്ടായിക്ക് പോകാൻ റെഡിയായി. വെള്ളിയാഴ്ച ചേട്ടായി പോവുക. അപ്പം ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു, ഞങ്ങളുടെ ജോലി ശരിയാവുകയാണെങ്കിൽ. അപ്പം പോകുന്നതിന് മുന്നേ ഞങ്ങൾ സാക്ഷ്യത്തിനായിട്ട് വന്നതാണ്. ഞങ്ങളെ ഒരുപാട് മാതാവ് സഹായിച്ചു. ഞങ്ങളുടെ കൂടെ എപ്പോഴും എന്തൊരു പ്രയാസം വന്നാലും നമുക്ക് ഓടി അമ്മയുടെ അടുത്ത് എത്തുന്ന പോലത്തെ ഒരു ഫീലിംഗ് നമ്മൾ ചെന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എന്താണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് മാതാവ് നടത്തിത്തരും, അത് വിഷമിക്കേണ്ട, അങ്ങനെ ഒരു ധൈര്യം നമുക്ക് മാതാവിൻ്റെ കൂടെ ഉണ്ട്. കാശ് രൂപമാണെങ്കിലും എപ്പോഴും അതിൽ പിടിച്ച് പ്രാർത്ഥിക്കുമ്പം തന്നെ നമുക്കൊരു സമാധാനം. അതെവിടുന്ന് എനിക്കറിയത്തില്ല, എന്തോരം നമ്മുടെ കൂടെ ഉണ്ട് മാതാവ്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. എന്തൊരു കാര്യം ചോദിച്ചാലും ദൈവം എനിക്കത് സാധിച്ചു തരുന്നുണ്ട്.